72 മണിക്കൂറിലും അർജുൻ കാണാമറയത്ത്. ലൈവ് at 6 തുടങ്ങുന്നു. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഡിഫൻസ് ഇടപെട്ടാലേ എന്തെങ്കിലും നടക്കുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. അവിടെയുള്ള ഞങ്ങളെ ബന്ധുക്കളും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അല്ലാതെ മണ്ണ് മാറ്റിയാലും സ്ലോ ആയിട്ടാണ്, മണ്ണ് മാറ്റുന്നൊക്കെ സ്ലോ ആണ്. അങ്കോളയിലെ മണ്ണിടിച്ചിലിൽ അർജുനായി തെരച്ചിൽ ശക്തം. GPS സിഗ്നൽ ലഭിച്ചയിടത്ത് പരിശോധന. നദിയിൽ ലോറിയില്ലെന്ന് നേവി. രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ NDRF സംഘം. അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഇടപെട്ട് മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും. മഴക്കെടുതിയിൽ വലഞ്ഞ് കേരളം. പാനൂരിൽ KCB ജീപ്പ് ഒഴുക്കിൽപ്പെട്ടു. കാരശ്ശേരിയിൽ കിണറിടിഞ്ഞ് താഴ്ന്നു. മുക്കത്ത് റോഡ് വിണ്ടുകീറി. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് അലർട്ട്. 2 ആഴ്ച കൂടി മഴ തുടരും. ആശങ്കയായി H1N1. എറണാകുളത്ത് 4 വയസ്സുകാരൻ മരിച്ചു. ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. സാങ്കേതിക പിഴവ് മൂലം മൈക്രോസോഫ്റ്റ് വിൻഡോസ് നിശ്ചലം. IT സംവിധാനങ്ങൾ പ്രവർത്തനരഹിതം. ബാങ്കിംഗ്, വിമാന സർവീസുകൾ മുടങ്ങി. പ്രശ്ന പരിഹാരത്തിന് ശ്രമം തുടരുന്നതായി വിശദീകരണം. ഗവർണർക്ക് വീണ്ടും കോടതിയിൽ തിരിച്ചടി. 3 VC നിയമനങ്ങൾക്കുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം കൂടി തടഞ്ഞ് ഹൈക്കോടതി. സ്റ്റേ കേരള, MG മലയാളം സർവകലാശാല സെർച്ച് കമ്മിറ്റി നടപടികൾക്ക്. BJP സംഘടനാ ചുമതലകളിൽ നിന്ന് RSS ഒഴിയുന്നുവെന്ന് സൂചന. BJP സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് K സുഭാഷിനെ മാറ്റി. RSS ഉത്തര കേരള സഹസമ്പർക്ക പ്രമുഖായി നിയമനം. കൊച്ചിയിൽ എല്ലാവരും ഇപ്പൊ ഞാൻ പറയാം, മെറാൻ ട്രാവലിൽ പോയിക്കോ, ചുമ്മാ പോയിട്ട് ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരിലുണ്ടാവും. അത് ഒരുപാട് സ്റ്റേഡിയം പോയിട്ട് ചോദിച്ചു കൊടുക്കുവോ, 0.5 വേണം. കൊച്ചി നഗരം ലഹരി വിൽപ്പനയുടെ പരസ്യ കേന്ദ്രമാകുന്നു. മറൈൻ ഡ്രൈവും കലൂരും പ്രധാന കേന്ദ്രങ്ങൾ. മോഡലിംഗ് കമ്പനികളുടെ മറവിലും ഇടപാടുകൾ. തുറന്നു പറഞ്ഞ മോഡൽ അൽക്കാബേണി. TP കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം ചോർന്നതിൽ അന്വേഷണം. കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ പട്ടികയും വിശദീകരണവും ചോർന്നത് ജയിൽ DGP അന്വേഷിക്കും. പോലീസിന് വീഴ്ച പറ്റുമെന്ന് കണ്ണൂർ DIG പരിശോധിക്കും. കർണാടകത്തിലെ അങ്കോളയിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു വീണ് കാണാതായ അർജുനായി തെരച്ചിൽ തുടരുന്നു. അർജുനടക്കം 3 പേർക്കായാണ് തെരച്ചിൽ. സംഭവ സ്ഥലത്ത് നിന്ന് ഒരു കുട്ടിയുടേതടക്കം 7 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അതിൽ 5 പേരെ തിരിച്ചറിഞ്ഞു. പ്രദേശത്തെ 40% മണ്ണ് നീക്കം ചെയ്തു. അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ ഗ്യാസ് സിലിണ്ടർ ഗംഗാവലി പുഴയിൽ കണ്ടെത്തി. പ്രദേശത്തെ 6 വീടുകൾ പൂർണ്ണമായും 10ലേറെ വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. സർക്കാർ പ്രതിനിധികൾ ബന്ധപ്പെടുന്നുണ്ടെന്ന് അർജുന്റെ ഭാര്യ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഇന്ന് വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തിരുന്നു രാവിലെ. ഇന്നലെ വിളിച്ചപ്പോഴും എനിക്ക് റിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആരും വിശ്വസിച്ചില്ല. പക്ഷെ ഇന്നും റിങ് കിട്ടി ഞങ്ങൾക്ക് രാവിലെ. ഏട്ടന് ഫുള്ള് റിങ് അടിച്ചു, പക്ഷെ ആരും എടുത്തില്ല അവിടുന്ന്. പിന്നെ സ്വിച്ച് ഓഫ് ആണ് കാണിക്കുന്നത്. പിന്നെ വണ്ടി ഇന്നലെ വരെ ഓണാണ്, എഞ്ചിൻ ഓണാണ് ഇന്നലെ രാത്രിയൊക്കെ വണ്ടി. സർക്കാരുകൾ, സംസ്ഥാന സർക്കാർ ബന്ധപ്പെടുന്നുണ്ട്, അവിടുത്തെ സർക്കാർ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ അവിടുത്തെ റെസ്ക്യൂ ഇപ്പോഴും സ്ലോ ആണ്. ഇന്നലെ നടന്ന അതേപോലെ തന്നെയാണ് ഇന്നും അവിടെ നടക്കുന്നത്. ഹിറ്റാച്ചി ഒക്കെ കുറവാണ്. ഒരു ഡിഫൻസ് ഇടപെട്ടാലേ എന്തെങ്കിലും നടക്കുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. അവിടെയുള്ള ഞങ്ങളെ ബന്ധുക്കളും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അല്ലാതെ മണ്ണ് മാറ്റിയാലും സ്ലോ ആയിട്ടാണ്, മണ്ണ് മാറ്റുന്നൊക്കെ സ്ലോ ആണ്. അത് ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് അവർ എത്തിപ്പെടുന്നില്ല. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് അവർ വരണം. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഒരു വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. മൂപ്പര് ഫോൺ നോക്കിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട മേഖലയാണോ? നഗരത്തിനടുത്തോ മറ്റോ ആണോ? നാഷണൽ ഹൈവേ ആണ്. കുറച്ച് ഉൾഭാഗമാണ്. FIR അവർ സ്വീകരിച്ചിട്ടില്ല. പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് അവര് പറയുന്നത്? PWD AE ആണ്. PWD AE അവിടെ ഉള്ളത് വണ്ടി വാഹന ഒഫീഷ്യൽ ഒരു ഒഫീഷ്യലായിട്ട് ഇവിടെ ഉള്ളത്. പോലീസിന്റെ ഭാഗത്ത് ഒരു സർക്കിളുണ്ട്.
അർജുനായുള്ള രക്ഷാപ്രവർത്തനത്തിൽ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. സംഭവത്തിൽ കർണാടക സർക്കാരുമായി നിരന്തരം സമ്പർക്കം പുലർത്തി വരികയാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസിനെ ഇതിനായി ചുമതലപ്പെടുത്തിയെന്നും മന്ത്രി പറഞ്ഞു. കർണാടകയിലെ അങ്കോളയിൽ അർജുൻ എന്നു പേരായിട്ടുള്ള ഒരു കോഴിക്കോട് സ്വദേശി അദ്ദേഹത്തിന്റെ 12 വീല് ലോറിയും തടിയും അപകടത്തിൽപ്പെട്ടു എന്നൊരു പ്രശ്നം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താവുന്ന വിധത്തിൽ അറിയിച്ചു. ഉടനടി സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ നിന്നും അതിന്റെ ഭാഗമായിട്ടുള്ള STMAയിൽ നിന്നും ഞങ്ങളുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കർണാടക ഗവൺമെന്റിന് അടിയന്തരമായിട്ടുള്ള സന്ദേശം പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. തെരച്ചിൽ വേണ്ടത്ര വേഗതയിലാകുന്നില്ല എന്ന് അവരുടെ ബന്ധുക്കൾക്കും അവരുടെ യൂണിയൻകാർക്കുമുള്ള പരാതി ഞങ്ങൾ അവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും വേഗതയിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാം എന്നവരിപ്പോൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലാണ്. അത് നടത്താൻ 2-3 ദിവസമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മഴ നിൽക്കാതെ മഴ പെയ്യാണ്. അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു, അടുത്തൊരു റിവറുണ്ട്, ഈ നദിയിലേക്ക് ഇത് പോയി എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞപ്പോഴാണ് ഈ കളക്ടറും നമ്മൾക്ക് മാധ്യമങ്ങളിലൂടെ കണ്ടുള്ളതേ ഉള്ളൂ, ബന്ധുക്കളുമായിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരും പറയുന്നത് ബെല്ലടിച്ചിരുന്നു ഫോണിൻ്റെന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളത്തിലല്ല എന്നൊരു നിഗമനത്തിലെത്താം. ഇവിടുന്ന് CM വിളിച്ചനുസരിച്ച് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ നിന്നും അതുപോലെ റവന്യൂ മന്ത്രി എല്ലാവരും വിളിച്ചു എന്ന് പറഞ്ഞു. കളക്ടർ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ അടക്കമുള്ളവർ, ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് അപ്പം തന്നെ ഞാനൊരു വാട്സാപ്പിലൂടെ ഒരു കത്ത് പോലെ തയ്യാറാക്കി കൊടുത്തു. ഫുൾ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്. അപ്പോൾ കൊടുത്തിട്ടുണ്ട്. തിരച്ചിൽ എന്തായാലും അവർ ഊർജ്ജപ്പെടുത്താമെന്ന് പറയുന്നുണ്ട്. പക്ഷേ മഴയുടെ ഒരു പ്രശ്നമാണ് ഒരു തടസ്സമായിട്ട് പറയുന്നത്. എന്നാലും തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 പോർഷനാണ്. ആദ്യത്തെ പോർഷൻ അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പോർഷനിലേക്ക് വരുമ്പോഴാണ്, രണ്ടാമത്തെ പോർഷനാണിത്. അത് കേരളത്തിൻ്റെ നമ്മുടെ സൗത്തിലേക്ക് വരുന്ന ഭാഗത്താണ് രണ്ടാമത്തെ പോർഷൻ. നോർത്തിൽ നിന്ന് അവർ ക്ലിയർ ചെയ്താണ് വരുന്നത് ഇങ്ങോട്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ കർണാടക സർക്കാരുമായി ബന്ധപ്പെടുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ ഞാൻ ഗതാഗത വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹവും അക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഇടപെടുന്നുണ്ട്. കോഴിക്കോട് ജില്ലാ ഭരണകൂടവും അതിന്റെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിൽ നടക്കുന്നുണ്ടെന്ന് ശേഖർ കുര്യാക്കോസ് ന്യൂസ് 18നോട് പറഞ്ഞു. ഈ രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നത് DC അവിടുത്തെ കാർവാർ ജില്ലാ കളക്ടറാണ്, ശ്രീമതി ലക്ഷ്മി പ്രിയ. നമ്മള് കൂടുതലും ഇവിടെ നിന്ന് അധികമായി എന്തെങ്കിലും സഹായം അവർക്ക് ആവശ്യമുണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു. ഞാൻ നേരിട്ട് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി സംസാരിച്ചിരുന്നു. അവിടുന്ന് അവര് നമ്മളുടെ കൂടി അഭിപ്രായം കേട്ടുകൊണ്ട് അധികമായ ഒരു NDRF ടീമിനെയും കൂടി അവിടെ വിടാം എന്ന് പറയുകയും അവരെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് എന്ന മെസ്സേജ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സംഘവും കൂടി അവിടേക്ക് ചെല്ലും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചാൽ ഈ മണ്ണിനുള്ളിൽ ഈ വാഹനമുണ്ടോ എന്നത് കണ്ടെത്താൻ സാധിക്കും. അവിടുത്തെ സാഹചര്യം, ഞാൻ ഈ വഴിയിലൂടെ മെയ് മാസത്തിൽ സഞ്ചരിച്ചതാണ്. ദേശീയ പാത അതോറിറ്റി അവിടെ ഈ മണ്ണ് ചെത്തി വെച്ചിരിക്കുന്നത് വളരെ അപകടകരമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇനി എന്തെങ്കിലും ഇടപെട്ട് നമ്മൾ മണ്ണ് മാറ്റുകയോ മറ്റും ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ ഇടിഞ്ഞു വരുവാണ്. രണ്ടാമത് നിങ്ങളുടെ തന്നെ TV ചാനലിൽ ഇപ്പോൾ കാണാം, ഈ പുഴ ഒന്ന് വളഞ്ഞൊഴുകുന്ന ഒരു ഭാഗമാണിത്. അതുകൊണ്ട് തന്നെ പുഴയുടെ ആ ഭാഗത്ത് മണ്ണ് എടുത്തുകൊണ്ടുപോകുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഈ സൈഡിലേക്ക് ലോഡ് വന്നു കഴിഞ്ഞാൽ, പുഴയുടെ സൈഡിലേക്ക് കൂടുതൽ ലോഡ് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പെട്ടെന്ന് വീണ്ടും ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയും അവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് അവർ വളരെ സാവധാനത്തിൽ ഇതിലേക്ക് ഈ മണ്ണ് മാറ്റി എടുക്കാൻ നോക്കുന്നത്. അവർ മാറ്റുന്നതിനനുസരിച്ച് മുകളിൽ നിന്ന് ഇടിയാനുള്ള സാധ്യതയും അവർ കാണുന്നുണ്ട്. നല്ല മഴയും ആ പ്രദേശത്തുണ്ട്. ഇതുകൊണ്ടാണ് അവർ സാവധാനത്തിൽ അവരുടെ പണിയെടുക്കുന്ന മറ്റുള്ളവർക്ക് കൂടി അപകടം ഉണ്ടാകാത്ത സാധ്യത കൂടി കണക്കാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നത്. വിവരങ്ങളുമായി കർണാടകത്തിൽ നിന്ന് KV ബൈജു ചേരുന്നു. ബൈജു, 72 മണിക്കൂർ പൂർണ്ണമാകുമ്പോഴും എവിടെയാണ് അർജുൻ എന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നില്ല. തെരച്ചിൽ ഇന്നത്തെ തെരച്ചിൽ 6 മണിയോടുകൂടി അവസാനിപ്പിച്ചേക്കുമെന്നുള്ള ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. ആ തരത്തിലാണോ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഏറ്റവും പുതിയ വിവരം എന്താണ്?
അപർണ, തിരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്, ഇതുവരെ നിർത്തിവെച്ചിട്ടില്ല. അതിൽ ഏറ്റവും പുതുതായി നമുക്ക് നൽകാനുള്ള വിവരം, ഇപ്പോൾ മെറ്റൽ ഡിറ്റക്ടർ ഇവിടെ എത്തിച്ചിരിക്കുന്നു. അത് വെച്ചുള്ള പരിശോധനയാണ്, തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമായും മറ്റൊരു കാര്യത്തിലും സ്ഥിരീകരണം വന്നു. അതായത് ലോറി പുഴയിലേക്ക് ഏതായാലും ഒഴുക്കിൽപ്പെട്ടിട്ടില്ല. അത് നേവിയുടെ മുങ്ങൽ വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ നേവിയുടെ സംഘം, ഈ വലിയ കുത്തൊഴുക്കുള്ള പുഴയാണ്, എന്നിട്ടും അതിനെയൊക്കെ അതിജീവിച്ച് നടത്തിയ തിരച്ചിലിൽ ഏതെങ്കിലും തരത്തിൽ ലോറിയെ കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് ലോറി പുഴയിലേക്ക് മറിഞ്ഞിട്ടില്ല എന്നൊരു സ്ഥിരീകരണം അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നേരത്തെ നമ്മൾ വാർത്ത നൽകിയതുപോലെ തന്നെ മണ്ണിനടിയിൽ ലോറി അകപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് എത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന നടത്തുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ മെറ്റൽ ഡിറ്റക്ടറിന് ഇത് കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ ഭാഗത്ത് കേന്ദ്രീകരിച്ച് മണ്ണ് നീക്കിയാൽ ലോറി കണ്ടെത്താനാകുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. അല്ലാതെ ഇത് വലിയൊരു മല അപ്പാടെ വന്ന് ഒരു റോഡിലേക്ക് പതിച്ചാണ്. അതുകൊണ്ട് ഈ മുഴുവൻ മണ്ണ് നീക്കം ചെയ്യുക സാധ്യമല്ല എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അത്രത്തോളം മണ്ണ്, ഈ ചളിയും വലിയ കൂറ്റൻ പാറ കഷ്ണങ്ങളും ഈ റോഡിൽ പതിച്ചിട്ടുണ്ട്. അത് ഒരാഴ്ചയിൽ കൂടുതലെങ്കിലും എടുക്കും അത് മുഴുവൻ മണ്ണും നീക്കം ചെയ്യാൻ. അതുകൊണ്ട് തന്നെ അപർണ സൂചിപ്പിച്ചതുപോലെ 75 മണിക്കൂർ എടുക്കുന്നു ഈ അർജുനെ കാണാതായിട്ട്, അർജുനെയും അതുപോലെ തന്നെ ലോറിയെയും ഇത്തരത്തിൽ കാണാതായിട്ട്. എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തുക, അർജുനെ കണ്ടെത്തുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും തിരച്ചിൽ ഇപ്പോൾ നിർത്തിയിട്ടില്ല. 6 മണിയോടുകൂടി നിർത്തുമെന്നാണ് പറഞ്ഞതെങ്കിലും ഇപ്പോഴും തുടരുന്നുണ്ട്. മെറ്റൽ ഡിറ്റക്ടർ അല്പസമയത്തിന് മുമ്പാണ് ഇവിടെ എത്തിച്ച് പരിശോധന ഇപ്പോൾ ആരംഭിച്ചത്. ഇവരുടെ അർജുന്റെ ബന്ധുക്കൾ, ഒപ്പം ലോറി ഉടമ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഈ സ്ഥലത്ത് ഇപ്പോൾ പ്രവേശനമില്ല. പ്രധാനമായും അതിന് ജില്ലാ ഭരണകൂടം പറയുന്നത് മണ്ണിടിച്ചിലിന് വീണ്ടും സാധ്യതയുണ്ട്, അപകട സാധ്യതയാണ്. അതുകൊണ്ട് പ്രദേശത്ത് യാതൊരു കാരണവശാലും കടത്തി വിടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഈ അങ്കോളയ്ക്ക് സമീപമാണ് നമ്മൾ ഉള്ളത്. ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ ആരെയും തന്നെ കയറ്റി വിടുന്നില്ല. ഈ പ്രദേശത്ത് അത്രത്തോളം ഒരു ഭീഷണി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല മഴ ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. 4-5 ദിവസമായി തുടർച്ചയായി മഴ പെയ്യുന്നു. ഇപ്പോഴും മഴ പെയ്യുന്നു. റെഡ് അലർട്ട് തന്നെയാണ് നിലവിലും ഈ സ്ഥലത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഇപ്പോൾ പൂർണ്ണമായും ഇത്തരത്തിൽ ആളുകളെ കയറ്റുന്നത് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ രക്ഷാപ്രവർത്തകർക്ക് പോലും അപകട ഭീഷണി ഉണ്ട്, മണ്ണിടിച്ചൽ ഭീഷണി ഉണ്ട് എന്നാണ് പറയുന്നത്. വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഓക്കെ ബൈജു, ഞാൻ തിരികെ എത്താം. കർണാടകത്തിൽ നിന്ന് ന്യൂസ് 18 പ്രതിനിധി ആഷിഖ് നമുക്കൊപ്പം ചേരുന്നു. ആഷിഖ്, മഴ റെസ്ക്യൂ ഓപ്പറേഷൻസിന് വലിയ ചാലഞ്ച് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് ബൈജു പറയുന്നു. കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തെല്ലാം ഇനിഷ്യേറ്റീവ്സ് ആണ് ഉണ്ടാകുന്നത് ഇപ്പോൾ? അതെ അപർണ, കഴിഞ്ഞ 4 ദിവസമായി കർണാടകയിലെ കോസ്റ്റൽ ഭാഗത്ത് 4 ദിവസമായി തുടർച്ചയായി മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം ഇത്തരം വൈകി നടക്കുന്നത്. ഇപ്പോൾ മണ്ണിടിച്ചൽ സംഭവിച്ചിരുന്ന സ്ഥലത്ത് 4 ഭാഗത്തായിട്ടാണ് മണ്ണ് ഇടിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഭാഗത്ത് നിന്നുള്ള 70% മണ്ണ് ഇപ്പോൾ നീക്കി മാറ്റിയിട്ടുണ്ട്. ഈ മണ്ണിന്റെ അടിയിൽ നിന്നാണ് 8ഓളം മൃതശരീരങ്ങളെ ഇവിടുന്ന് പുറത്തെടുത്തിട്ടുള്ളത്. നാളെ രാവിലെ ഇപ്പോൾ ഇനി കുറച്ച് സമയങ്ങൾ കൂടി രക്ഷാപ്രവർത്തനം തുടരും. 7 മണിക്ക് ശേഷം സമ്പൂർണമായും രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുമെന്നാണ് അധികൃതർ ഇപ്പോൾ തന്നിട്ടുള്ള ഒരു റിപ്പോർട്ട്. നാളെ രാവിലെ 8 മണി മുതൽ പിന്നെയും രക്ഷാപ്രവർത്തനം തുടരും. നാളെ രാവിലെ 11 മണിയോടെ സെൻട്രൽ മിനിസ്റ്ററുമായ HD കുമാരസ്വാമി ആ സ്ഥലത്തേക്ക് അവിടെ പോകുന്നുണ്ട്. അതിനോടൊപ്പം കാർവാർ നേവൽ ബേസിൽ നിന്നും 12ഓളം എക്സ്പേർട്ടുകൾ, ഡൈവിംഗ് എക്സ്പേർട്ടുകളുള്ള ഒരു ടീമും കൂടി ശിരൂരിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ മണ്ണ് ഇടിഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് 300 മീറ്ററോളം മണ്ണ് ഇടിഞ്ഞ് വ്യാപിച്ചിട്ടുണ്ട്. അതായത് കൊണ്ട് ഇന്ന് രാത്രി രക്ഷാപ്രവർത്തനം നടക്കില്ല എന്നാണ് അധികൃതർ പറയുന്നത്. അപർണ, ആഷിഖ്, ഒരു കാര്യം കൂടെ, അങ്കോള പോലീസ് സ്റ്റേഷനിൽ അർജുന്റെ ഫാമിലി കംപ്ലൈന്റ് കൊടുത്തിരുന്നു. ഒരു 3 ഡേയ്സ് മുൻപ് കംപ്ലൈന്റ് കൊടുത്തിട്ടും അവർ അന്വേഷിച്ചില്ല, എൻക്വയറി ചെയ്തില്ല എന്നുള്ള ഒരു വിഷയമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ സോർട്ട് ഔട്ട് ആയി, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇനിഷ്യേറ്റീവ്സ് കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്?
അപർണ, ഈ സംഭവം ഇന്ന് ഇപ്പോൾ നടക്കുന്നുള്ള അസംബ്ലിയിലും കൂടി പരാമർശിച്ചിട്ടുണ്ട്. തീർച്ചയായും കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് പിന്നീട് അർജുന്റെ കുടുംബപരമായി കൊടുത്തിട്ടുള്ള കംപ്ലൈന്റ് എന്തുണ്ട് അതിനെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ലോറിയുടെ ഓണർ പറയുന്ന പ്രകാരം പിന്നെ അർജുനന്റെ മൊബൈൽ നെറ്റ്വർക്ക് അവസാനമായി കണ്ടിട്ടുള്ളത് GPS ട്രാക്കിങ്ങിൽ വന്നിട്ടുള്ളത് ഈ ഒരു ശിരൂർ എന്ന ഈ ഒരു മണ്ണിടിച്ചൽ നടന്നിട്ടുള്ള സ്ഥലത്തായതുകൊണ്ട് അവിടെ തന്നെയാണ് ഊർജിതമായും തിരച്ചിൽ നടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മണ്ണിടിച്ചൽ നടന്നിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് അത് ഗംഗാവളി എന്ന് പറയപ്പെടുന്ന ഒരു പുഴയുടെ തീരത്താണ്. 4 ഭാഗത്തേക്കായിട്ടാണ് ഈ മണ്ണിടിച്ചൽ അവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഭാഗത്ത് നിന്നുള്ള 70% മണ്ണ് മാത്രമാണ് നീക്കിയിട്ടുള്ളത്. ഇനിയും 3 ഭാഗത്തുള്ള മണ്ണ് നീക്കാനുണ്ട്. അതിന് അഡീഷണൽ ആയിട്ടുള്ള ഫോഴ്സുകളെയും നാളെ ഡെപ്യൂട്ട് ചെയ്യുന്നുണ്ട്. കാർവാർ നേവൽ ബേസിൽ നിന്നും 12ഓളം എക്സ്പേർട്ടുകളുള്ള ഒരു സെപ്പറേറ്റ് ഒരു ടീമിനെയും നാളെ സ്ഥലത്തെത്തും. ഇതിനോടൊപ്പം ഒരു ഡൈവിംഗ് എക്സ്പേർട്ടുകളും നാളെ സ്ഥലത്തെത്തും. ആ ഗംഗാവളി എന്ന് പറയുന്ന ആ പുഴയുടെ ആ തീരത്തായിട്ട് ഈ ഒരു സംഭവം നടന്നിട്ടുള്ള ഇതിനാൽ ആ പുഴയിലേക്ക് മണ്ണ് സമേതം ഒഴുകിപ്പോയിട്ടുണ്ടാവുമെന്നാണ് അധികൃതർ പറയുന്നത്. നാളെ ബാക്കിയുള്ള സ്ഥലത്തും തിരച്ചിൽ രക്ഷാപ്രവർത്തനം തുടരുന്നതായിരിക്കും. അപ്പാണ് റൈറ്റ്. ന്യൂസ് 18 ബംഗളൂരുവിൽ നിന്ന് ആഷിഖ് മുൽക്കിബിൽ. ഓക്കെ, ഇപ്പോൾ ലോറി ഉടമ മനാഫും നമുക്കൊപ്പം ചേരുന്നു. മനാഫ് ആ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത് അല്ലേ? അതെ 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 അതെ. അതായത് ഇപ്പോഴും നമുക്ക് അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത് ഈ GPS കാണിച്ച ആ സ്ഥലത്താണോ? അതാണോ മനസ്സിലാക്കേണ്ടത്? അവിടെ ജസ്റ്റ് കുറച്ച് ഭാഗം തൊട്ടിട്ടുള്ളൂ. മണ്ണിടിയുന്ന് ജിയോളജി വിഭാഗം പറഞ്ഞതിന്റെ പേരില് ഇവർ കൂടുതലായിട്ട് അവിടെ തൊടുന്നില്ല. അപ്പം ഇന്നിപ്പം IG ആണെന്ന് തോന്നുന്നു കമ്മീഷണറൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഒരു 1.5-2 മണിക്കൂർ ജസ്റ്റ് 12 ഫൂട്ട് ഹൈറ്റ് അവിടെ നിലനിർത്തിയിട്ട് മേലേന്ന് മണ്ണ് വണ്ടിന്റെ മേൽഭാഗം കാണാൻ കഴിയുമോ നോക്കാന്ന് പറഞ്ഞേ. അതായത് ഈ മണ്ണ് മുഴുവൻ നീക്കുന്ന ഒരു ഇതിലേക്ക് പെട്ടെന്ന് കടക്കാൻ പറ്റില്ല എന്നാണോ? അങ്ങനെയാണോ? പറ്റില്ല. അത് ഈ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതാണ് പ്രശ്നം അല്ലേ? മണ്ണ് ഇടിഞ്ഞുള്ളതാണ് പ്രശ്നം. ഇടിയുന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഓക്കെ മനാഫ്, പ്രധാനമായിട്ടും ഈ നിങ്ങളുടെ വണ്ടി അത് AC ഓൺ ചെയ്ത് അതൊരു ഫുൾ കവർ ചെയ്ത ഒരു വണ്ടിയാണെന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ട്. അതായത് മണ്ണ് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവില്ല എന്നുള്ളൊരു ഏകദേശം പ്രതീക്ഷയിൽ കൂടിയാണല്ലോ ഇങ്ങനെ ഒരു തെരച്ചിൽ നടത്തുന്നത്. അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് അല്ലെ? വണ്ടിയുടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് അറിയാലോ. അതെ അതെ, നമ്മളൊരു കാഴ്ചപ്പാടില് എന്തായാലും വെള്ളം കേറൂല 100% ഉറപ്പാണ്. വണ്ടി മയത്ത് വരെ പോകുമ്പോ നോർമലി അറിയാലോ, വെള്ളം കേറൂല, ചളിയും കേറൂല. വല്ല കല്ലോ കാര്യങ്ങളോ വന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. 3 ദിവസത്തോളം ആ സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിലും മണ്ണ് കയറാനുള്ള സാധ്യതയില്ല അല്ലേ? ഇല്ല, ചാൻസ് ഇല്ല. ഏതെങ്കിലും കാരണവശാൽ വാതിലോ മറ്റോ തുറന്നു പോയ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവുക. തുറക്കില്ല. ഓൾറെഡി നമ്മളൊരു അനുമാനം വണ്ടിയില് കിടന്നുറങ്ങായിരിക്കും. അങ്ങനാണെങ്കിൽ കിടന്നുറങ്ങുകയാണെങ്കിൽ ഫുൾ ലോക്ക് ചെയ്തിട്ടേ കിടക്കുകയുള്ളൂ. ഹൈവേയിലല്ലേ? ഓക്കെ, അപ്പോഴും ചില ആശങ്കകൾ നിൽക്കുന്നത് മണ്ണിനടിയിൽ അത്രയും ദിവസം, ഇപ്പൊ 3 ദിവസത്തോളം അങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുക എന്ന് പറയുന്നത് അത് എത്രത്തോളം ഗൗരവമായിട്ട് ഈ പരിശോധന എത്രത്തോളം പെട്ടെന്ന് പരിശോധന നടത്തുന്നു അത്രത്തോളം ആശങ്ക മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ആ രീതിയിലേക്ക് രക്ഷാപ്രവർത്തനം നടത്താനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടോ? ഒരു പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാല്, ഇതിപ്പോ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർ ഇറങ്ങിയിട്ട് രക്ഷാപ്രവർത്തനം നടത്തും. അത് ചിലപ്പോൾ മറ്റുള്ള ഫയർഫോഴ്സിനെക്കാട്ടിയും കൂടുതൽ ആളുകള് നാട്ടുകാരുണ്ടാവും. ഇവിടെ ഒരാൾ പോലും നാട്ടുകാരില്ല. രക്ഷാപ്രവർത്തനം ഗവൺമെന്റ് ഏൽപ്പിച്ച ആളുകൾ മാത്രം, ഉദ്യോഗസ്ഥന്മാർ മാത്രമേ രക്ഷാപ്രവർത്തനം നടത്തുന്നുള്ളൂ.
ഈ മനാഫ്, ഞാൻ ആ ബസിന്റെ ഒരു സ്ഥിതി നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അത് 3 ദിവസത്തോളം അത് അകത്തുനിന്ന് ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ ഭാരത് ബെൻസിന്റെ കമ്പനി എന്ന് പറയുന്നത് 3-ൽ കൂടുതൽ ദിവസം വരെ ബുദ്ധിമുട്ടില്ല എന്നുള്ള, അതായത് വായു കിട്ടാനും അത് വലിയ പ്രയാസം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതായത് അകത്തുള്ള അതിപ്പോ ഡിപ്പെൻസ് അതിന്റെ എന്താന്നുള്ളത് അല്ല, അതിന്റെ ഉള്ളില് എന്താന്ന് കഴിഞ്ഞാല് വല്ല കല്ലൊന്നും അടിച്ചിട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. വേറെ ഇതിന് മെയിൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൺ ഓണായി ഓഫായതാണ് ആകെ കൺഫ്യൂഷൻ ആക്കുന്നത്. ഓക്കെ മനാഫ്, അവിടെ നിൽക്കുന്നത് കൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പൊ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്, അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകളിലും ആ പരിശോധന തുടരാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഒരുപക്ഷെ വൈകുന്നേരം 6 മണിയോടെ ഇത് നിർത്തും എന്നുള്ള ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പം കേരള ഗവൺമെന്റിന്റെ നിർബന്ധം കാരണമാണ്. സാധാരണ 6 മണിയാവുമ്പോൾ നിർത്തുന്നതാണ്. ഈ നമ്മളെ ഒറ്റ നിർബന്ധം കാരണം 8 മണി വരെ പരമാവധി നമുക്ക് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ 6 മണിക്ക് സ്റ്റോപ്പ് ചെയ്യും. നദിയിലേക്ക് പോയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു. ഇത് ഈ 45 ടണ്ണോളം ഭാരമൊക്കെയുള്ള ലോറി ആയതുകൊണ്ട് നദിയിലേക്ക് പോയിട്ടില്ല. അത് എല്ലാ പരിശോധനയും പൂർണ്ണമായി അല്ലെ? ആ പരിശോധന നാവികസേന നടത്തി അത് പൂർണ്ണമായി സ്ഥിരീകരിച്ചു. അതെ അതെ. ഇത് മറ്റേതൊക്കെ ടാങ്കർ എന്ന് പറയുന്നത് ഒരു ക്യാപ്സ്യൂൾ ടൈപ്പ് ആണല്ലോ, അതൊക്കെ സ്കിഡ് ചെയ്ത് പോകും. ഇത് സ്കിഡ് ചെയ്ത് പോവില്ല. ഒരു കാര്യം കൂടെ, ഇപ്പോൾ പരിശോധന നടക്കുന്നത് ഈ GPS ട്രാക്ക് ചെയ്ത ആ സ്ഥലത്താണ്. അതിന് അതെ 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 അതെ. പിന്നെ അത് മാത്രല്ല ലോറിയിൽ ലോഡ് ഉള്ളതാണ്. 300 പീസിന്റെ മേലെ മരക്കഷ്ണങ്ങൾ ഉണ്ട്. അതില് ഒരു കഷ്ണം മരം പോലും എവിടുന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, നദിയിൽ നിന്ന് കിട്ടിയിട്ടില്ല, മറ്റെവിടെ നിന്ന് കിട്ടിയിട്ടില്ല, എവിടുന്നും കിട്ടിയിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. ഡൈവേഴ്സ് ഉണ്ടായിന് ഇവിടെ. വെള്ളത്തിന്റെ അടിയിൽ പോണ 10 ആൾക്കാര് കാർവാർന്ന് വന്നിന്. ഇവിടെ അടുത്ത് തന്നെ കാർവാർ എന്ന് പറയുന്നത്. പിന്നെ ഈ പുഴന്ന് ഇപ്പൊ നമ്മൾ നിക്കുന്ന സ്ഥലത്ത് നിന്ന് കടല് എന്ന് പറയുന്നത് ഒരു 5 കിലോമീറ്ററിന്റെ ഉള്ളിൽ കടലാ. ഓക്കെ, നിങ്ങൾ ഇന്നും അവിടെ തുടരുകയാണോ? അതായത് ഈ ഇത് രക്ഷാപ്രവർത്തനം പൂർത്തിയാകുന്നവരെ സ്ഥലത്ത് തുടരാനാണോ പദ്ധതി മനാഫ്? അർജുനെ കിട്ടുന്നവരെ ഇവിടെ തന്നെ തുടരും. റൈറ്റ്. ഏതായാലും നന്ദി മനാഫ്. ലോറി ഓണർ മനാഫ് കൂടിയാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി KV ബൈജു, അതായത് അവിടെ നിന്ന് മനാഫ് നൽകുന്ന വിവരമനുസരിച്ച് GPS ട്രാക്ക് ചെയ്ത സ്ഥലത്ത് അവിടെ പരിശോധന നടക്കുന്നു. ഇതിപ്പോൾ 3 ദിവസത്തിലേറെയും ഇതിന് ആ വണ്ടിയുടെ ഒരു ഘടന അനുസരിച്ച് അകത്തേക്ക് മണ്ണ് കയറാനുള്ള സാധ്യതയില്ല. പക്ഷെ മറ്റ് ചില ആശങ്കകൾ ഒരു വശത്ത് നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ ഈ എത്രത്തോളം ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ എത്രത്തോളം ഈ മണ്ണ് മാറ്റൽ പരിശോധന ഇനിയുള്ള മണിക്കൂറുകളിൽ തുടരാൻ കഴിയും എന്നതൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ടോ? അപർണ, തീർച്ചയായും ഇനിയുള്ള ഓരോ മണിക്കൂറും വളരെ വിലപ്പെട്ടതാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 75 മണിക്കൂറിലധികമായി അർജുനെ കാണാതായിട്ട്. ഈ മണ്ണിനടിയിൽ തന്നെ, അതായത് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ ഭാഗത്ത് തന്നെയാണ് ഈ ലോറി ഉള്ളത് എന്ന ഒരു നിഗമനം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇനി എത്രയും പെട്ടെന്ന് ഇത് കണ്ടെത്തുക. പക്ഷെ ഈ വലിയ തോതിലുള്ള ഒരു മണ്ണാണ് ഇവിടെ അടിഞ്ഞു കൂടിയിരിക്കുന്നത്. ഇതൊക്കെ മുഴുവൻ മാറ്റുക എന്തായാലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചാൽ ആ ഭാഗങ്ങളിൽ മാത്രം ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുക. അങ്ങനെയെങ്കിൽ അർജുനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനാകും എന്നൊരു പ്രതീക്ഷയാണ്. നേരത്തെ ലോറിയുടെ ഉടമ പറഞ്ഞതുപോലെ തന്നെ 6 മണിക്ക് തിരച്ചിൽ നിർത്തിവെക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞതെങ്കിൽ വലിയ സമ്മർദ്ദം ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഈ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കർണാടക മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ഒരു സ്ഥിതിയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇപ്പോൾ തിരച്ചിൽ തുടരുന്നത്. എന്തായാലും 7 മണി 7:30 വരെ തിരച്ചിൽ നടത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇനി വളരെ നിർണായകമാണ്, ഓരോ നിമിഷവും നിർണായകമാണ്. ഏത് സമയത്തും അത്തരത്തിൽ ലോറി കണ്ടെത്താനാകുമെന്നൊരു പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ ജീവന്റെ തുടിപ്പ് മണ്ണിനടിയിൽ
ഉണ്ടാകുമെന്നൊരു വലിയ പ്രതീക്ഷയും വെച്ച് പുലർത്തുന്നു. കുടുംബമുണ്ട്, അർജുന്റെ കുടുംബമുണ്ട്, ലോറിയുടെ ഉടമയുണ്ട്. ഇത്തരത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാർ ആരും ഇല്ല എന്നത് തന്നെയാണ് വളരെ വേദനാജനകമായ കാര്യം. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയും വൈകാൻ, ഈ തെരച്ചിലൊക്കെ വൈകാൻ കാരണം നിരവധി പേർ ഈ വാഹനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നുള്ള ദേശീയപാതയാണ്, പൂനെ മുതൽ മംഗളൂരു വരെ ഈ വഴിയാണ് നമുക്ക് കടന്നു വരുന്നത്. ഇതുവഴി മാത്രമേ കടന്നു വരാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഭാഗമാണ്. മാത്രമല്ല ലോറി താവളം കൂടിയാണ്. പല തരത്തിലും വിശ്രമം, ഇവിടെ നിരവധി ലോറികൾ ഇത്തരത്തിൽ വിശ്രമം നടത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വലിയ ഊർജിതമായ അന്വേഷണം നടത്തേണ്ട സ്ഥലത്താണ് വളരെ വൈകി ഇത്തരത്തിൽ ഇപ്പോൾ ഈ പരിശോധന ഒക്കെ, ഈ തെരച്ചിലൊക്കെ ഊർജിതമാക്കിയത്. എന്തായാലും ഇനിയുള്ള ഓരോ മണിക്കൂറുകളും നിർണായകമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ ലോറി കണ്ടെത്തണം, അല്ലെങ്കിൽ ഈ സംഭവ സ്ഥലത്ത് തന്നെ കണ്ടെത്തണം. ഏതായാലും പുഴയിൽ ഇല്ല എന്നൊരു സ്ഥിരീകരണം വന്ന സ്ഥിതിക്ക് ഇനി മണ്ണ് നീക്കി ഈ ആകെയുള്ള പ്രതീക്ഷ ഇനി അതാണ്. റൈറ്റ്, തീർച്ചയായും ഇനിയുള്ള ഓരോ മണിക്കൂറുകളും നിർണായകമാണ്. കേരളം മുഴുവൻ പ്രാർത്ഥിക്കുന്നു അർജുനു വേണ്ടി. അർജുനെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. GPS ട്രാക്ക് ചെയ്ത സ്ഥലത്ത് പരിശോധന, ഇപ്പോൾ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ആ ലോറി കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഏതായാലും നദിയിൽ ലോറി പോയിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അർജുനെ കണ്ടെത്തുന്നവരെ ആ സ്ഥലത്ത് താൻ തുടരുമെന്നാണ് ലോറി ഉടമ മനാഫ് ന്യൂസ് 8നോട് പ്രതികരിക്കുകയും ചെയ്തു. KV ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. അർജുനെ കണ്ടെത്താൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഫോണിൽ വിളിച്ചു. രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കിയിട്ടുണ്ടെന്നും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും DK ശിവകുമാർ ഉറപ്പ് നൽകി. കർണാടകത്തിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ഒരു മലയാളി ചെറുപ്പക്കാരൻ കൂടി ഒരു ലോറിയുമായിട്ട് അപകടത്തിലായിട്ടുണ്ട്. അത് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. രാവിലെ കർണാടക ഉപമുഖ്യമന്ത്രി ശ്രീ DK ശിവകുമാറുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം തന്നെ നേരിട്ട് മോണിറ്റർ ചെയ്യുകയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി. കുറേ പ്രതികൂലമായ ഘടകങ്ങളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. കാരണം അവിടെ പ്രതികൂലമായ കാലാവസ്ഥ, ആ സ്ഥലത്ത് ആധുനികമായ എക്യുപ്മെന്റ് എത്തിക്കാനുള്ള പ്രയാസം, 3 വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യത. അപ്പോൾ ഇത് 3 രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിലും സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കും. അദ്ദേഹത്തിന്റെ ഓഫീസിനോട് നമ്മളെ മോണിറ്റർ ചെയ്യാൻ, നമ്മളെ അറിയിക്കാൻ ഉള്ള നിർദ്ദേശം കൂടി അദ്ദേഹം കൊടുത്തിട്ടുള്ള കാര്യം അറിയിക്കുന്നു. അർജുനായുള്ള രക്ഷാപ്രവർത്തനം തെരച്ചിൽ മുടങ്ങിയത് അന്വേഷിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സേവനം ലഭ്യമാക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ട് അത് നടന്നില്ല എന്ന് പരിശോധിക്കും. വിഷയത്തിൽ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അപ്പം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും വിളിച്ചന്വേഷിക്കാം. അവിടുത്തെ ചീഫ് സെക്രട്ടറിയോട് ചോദിക്കാം. അതിന് നമുക്ക് തീർത്തും അങ്ങ് കേരള സർക്കാരിന് കുറ്റം പറയാൻ നമ്മുടെ പരിധിയല്ല. അപ്പോൾ അവരതിനു വേണ്ടി ശ്രമിക്കുന്നതിന് കാണിക്കുന്ന ഒരു ആർജവം മാത്രമാണ് പ്രധാനം. ആ ആർജവം കാട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നടക്കേണ്ടതാണ്. എന്നിട്ടും എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളതിന് വിലയിരുത്തലുണ്ടാവും. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നു. ഒരു ജില്ലയിലും റെഡ് അലർട്ട് ഇല്ല. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം മുതൽ മലപ്പുറം വരെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ബംഗാൾ ഉൾക്കടലിൽ പുതിയതായി ഒരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുന്നതായി മുന്നറിയിപ്പുണ്ട്. 2 ആഴ്ച കൂടി മഴ തുടരുമെന്നും വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ എടുത്തിട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിന് മുകളിലായിട്ട് ഒഡീഷ, ആന്ധ്രാപ്രദേശ് തീരത്ത് ഒരു ന്യൂനമർദ്ദം 19-ാം തീയതി രൂപപ്പെടുമെന്നും ആഗസ്റ്റ് 3 വരെ മഴയുടെ സാഹചര്യം ഉണ്ടാകുമെന്നും നേരത്തെ നമ്മൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ ന്യൂനമർദ്ദം ഇതിനകം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ നമുക്കതിനകത്ത് ഒരു പ്രയാസം കൂടി ഉണ്ടാകുന്നത്, വടക്കൻ കേരളത്തിൻ്റെ തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ പുതിയതായി ഒരു ന്യൂനമർദ്ദ പാത്തി കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ 2 പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഓഗസ്റ്റ് 3 വരെ മഴയ്ക്കുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. കണ്ണൂർ ചെറുപുഴയിൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയവരെ രക്ഷിച്ച് അഗ്നിരക്ഷാസേന. കൈക്കുഞ്ഞടക്കമുള്ള കുടുംബത്തെയാണ് സാഹസികമായി രക്ഷിച്ചത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 25 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കണ്ണൂർ, തലശ്ശേരി താലൂക്കുകളിലാണ് 2 വീതം ക്യാമ്പുകൾ തുറന്നത്. താലൂക്ക് കേന്ദ്രങ്ങളിൽ കൺട്രോൾ റൂമുകളും ആരംഭിച്ചു.
സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകാമെന്ന് അധികൃതർ ഉറപ്പുകൊടുത്ത സാഹചര്യത്തിൽ നിലമ്പൂർ നാരങ്ങാപ്പൊയിൽ മേഖലയിലെ ആദിവാസികൾ പോത്തുകല്ല് പഞ്ചായത്തിൽ നടത്തിയ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചു. സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനുള്ള ചെലവ് കണക്കാക്കി റിപ്പോർട്ട് നൽകാൻ കളക്ടർ നിർദ്ദേശിച്ചു. സർക്കാർ തീരുമാനം അംഗീകരിച്ച് സമരത്തിൽ നിന്ന് പിന്മാറാനും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറാനും ആദിവാസികളും സമ്മതിച്ചു. CV അനുമോദിന്റെ റിപ്പോർട്ടിലേക്ക്. പ്രദേശത്ത് സുരക്ഷാ ഭിത്തി നിർമ്മിക്കാനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാമെന്ന് തഹസിൽദാർ ഉറപ്പുകൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോത്തുകല്ല് പഞ്ചായത്തിൽ 2 ദിവസമായി നടന്നിരുന്ന സമരം നിർത്തിവെക്കാൻ ഇവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഉണ്ണിയേട്ടാ, എന്ത് സാഹചര്യത്തിലാണ് നമ്മൾ സമരം തീരുമാനിച്ചത്? നമ്മൾ തീരുമാനിച്ച ഇപ്പോൾ ITDP പിന്നെ വില്ലേജ് ഓഫീസറും ഇവരൊക്കെ വന്ന് ഞങ്ങളോട് ആദ്യം എന്നെ വിളിച്ച് ഒരു റൂമിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചിട്ട് കാര്യമല്ല, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട്, അവർ താഴത്ത് ഇരിക്കുന്നുണ്ട്, അവരെ കൂടി വിളിച്ചിട്ട് അവരോട് ചോദിച്ചിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ചാനലുകാരെ മുന്നിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമല്ല, നമുക്ക് റൂമിലിരുന്ന് സംസാരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, റൂമിലിരുന്ന് സംസാരിച്ചാൽ ശരിയാവില്ല, നമുക്ക് അവരെ അടുത്ത് പോയി ചാനൽക്കാരെ മുന്നിൽ നിങ്ങൾ പറയണം. എന്താ ഒരു ഉറപ്പ് തന്നെ? ഞങ്ങൾക്ക് ഉറപ്പ് തന്നെ ഭിത്തി കെട്ടാം, സംരക്ഷിക്കാം, പിന്നെ വീടിന്റെ കാര്യങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതി അത് എത്രയും എസ്റ്റിമേറ്റ് കൊടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ശരിയാക്കാന്നാണ്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ വീണ്ടും സമരക്കാരും ഇത് നടപടി എടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും സമരക്കാരും. അതാണ് അവർക്ക് നൽകിയ ഉറപ്പ്. അതായത് കളക്ടർക്ക് 25 ലക്ഷം രൂപ വരെ ചെലവുള്ള നിർമ്മാണങ്ങൾക്ക് മാത്രമേ അനുമതി കൊടുക്കാൻ കഴിയൂ. അതിന് മുകളിലേക്ക് പ്ലാനിംഗ് ഓഫീസറുടെ സംസ്ഥാന സർക്കാരിന്റെ അനുമതി ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു സാവകാശം വേണ്ടി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് തഹസിൽദാർ ഉറപ്പ് കൊടുത്തത്? പരിഗണിക്കാം തന്നെയാണ് അല്ലേ? അതെ. അതായത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർക്ക് വീടിന് ഭീഷണിയായി നിൽക്കുന്ന സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് നൽകാമെന്നും, രണ്ടാമത്തേതായി 4 വീടുകളാണ് അവിടെ പിന്നെ താമസയോഗ്യമല്ലാത്ത രീതിയിൽ ഉള്ളത്. ആ വീടുകൾ പുനർനിർമ്മിച്ച് നൽകാമെന്നും സാധ്യമല്ലെങ്കിൽ അവർക്ക് മറ്റു സ്ഥലത്ത് വീടും സ്ഥലവും അനുവദിക്കാമെന്നും കലക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് തഹസിൽദാർ അറിയിച്ചിട്ടുള്ളത്. ഇല്ല, അത് പ്രൊട്ടക്ഷൻ വാൾ അറിയാലോ, കുറച്ച് സമയമെടുക്കും. എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിന്റെ പ്രൊസീജിയർ സ്പീഡപ്പ് ആക്കി തന്നെ ചെയ്യാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇത് ഒരു ഇഴഞ്ഞ രീതിയിൽ, കാരണം ആ രീതിയിലുള്ള ഒരു ഇതല്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സമരമുറ സ്വീകരിച്ചപ്പോൾ ഇവരെ കൂടെ നിൽക്കേണ്ടി വന്നത്. എത്രയും പെട്ടെന്ന് തന്നെ, കാരണം അടുത്ത ഒരു വർഷക്കാലം ആകുമ്പോഴേക്കും അവർക്ക് ഈ ഒരു പ്രൊട്ടക്ഷൻ വാളിന്റെ ഈ ഒരു ആനുകൂല്യം ലഭിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഇടപെടുന്നത്. തീർച്ചയായും ഇതിനൊരു ഫോളോ അപ്പ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. വർഷത്തെ ഒരു വലിയ ആശങ്കയ്ക്ക് താൽക്കാലികമായ പരിഹാരം ലഭിച്ചു. അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. അതാണ് സമരം ചെയ്തവർക്കും അതിന് നേതൃത്വം കൊടുത്തവർക്കും ഒക്കെ പങ്കുവെക്കാനുള്ളത്. കാരണം 3 വർഷമായി ഇവർ നേരിട്ടിരുന്ന വലിയ ആശങ്കയായിരുന്നു. എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന ആ ഒരു മൺതിട്ടയ്ക്ക് താഴെയായിരുന്നു ആ 3 വീടുകൾ ഉണ്ടായിരുന്നത്. അതിന് ഒരു സുരക്ഷാ ഭിത്തി നിർമ്മിച്ച് അവരുടെ വീടുകൾ സുരക്ഷിതമാക്കണമെന്നൊരു ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇതിന്റെ ചെലവ് പഞ്ചായത്തിന് മാത്രം വഹിക്കാൻ കഴിയാത്തതായതുകൊണ്ട് പല കാരണങ്ങൾ പറഞ്ഞ് അധികൃതർ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം. അതിനൊക്കെ തന്നെ ഇപ്പോൾ ഇവരുടെ സമരം പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നു. എന്താണെങ്കിലും കളക്ടർ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഏറെ വൈകാതെ തന്നെ നടപടികൾ ആരംഭിക്കുന്ന ഉറപ്പും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സമാധാനപരമായിട്ട് പോത്തുകല്ല് പഞ്ചായത്തിൽ നിന്നും പിരിഞ്ഞു പോവുകയാണ്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ശക്തമായ മഴയിൽ കോഴിക്കോട് കാരശ്ശേരിയിൽ കിണറിടിഞ്ഞ് താഴ്ന്നു. വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോർ അടക്കമാണ് ഇടിഞ്ഞത്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ ഇടവിട്ട് ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇടുക്കി കരുണാപുരത്ത് മരം വീണ് വീട് തകർന്നു. വീട്ടുടമ ഇസ്മയിലിന്റെ ഭാര്യ അൽസൽനയ്ക്ക് നിസാര പരിക്കുണ്ട്. മരം വീണതിനെ തുടർന്ന് ഷീറ്റ് പൊട്ടി അൽസൽനയുടെ തലയ്ക്കാണ് പരിക്കേറ്റത്. കുടുംബാംഗങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു അപകടം. ജോൺസന്റെ ശക്തമായ മഴയെ തുടർന്ന് കോഴിക്കോട് മുക്കത്തെ അഗസ്ത്യമൂഴി കൈതപ്പൊയിൽ റോഡ് വിണ്ടുകീറി. ആദ്യഘട്ടം ടാറിംഗ് പൂർത്തീകരിച്ച റോഡാണ് 30 മീറ്ററോളം വിണ്ടുകീറിയത്. വിണ്ടുകീറിയ ഭാഗം കരാർ കമ്പനിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി താൽക്കാലികമായി എമൽഷൻ പ്ലാസ്റ്റർ ഉപയോഗിച്ച് അടച്ചു. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ഇടവേള. അവിടെ ഇപ്പോൾ റെഡ് അലർട്ടാണ്. ആ പ്രദേശത്ത് വലിയ മഴ ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് നല്ല കാലാവസ്ഥയായിരുന്നെങ്കിൽ ഇപ്പോൾ വീണ്ടും മഴ ശക്തമായിട്ടുണ്ട്. അത് രക്ഷാപ്രവർത്തനത്തെ ഇത്തരത്തിൽ ബാധിക്കുന്നുണ്ട്. ഈ പുഴയിൽ കൂടുതൽ പേർ ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ട് പോയിട്ടുണ്ടോ എന്നതറിയാൻ നേവിയുടെ സംഘവും അല്പസമയത്തിനകം അവിടെ എത്തും എന്നാണ് അറിയിച്ചത്. വലിയ തോതിലുള്ള ഏകോപനം ഇപ്പോൾ നടക്കുന്നുണ്ട്.
അർജുനെ കൂടാതെ മറ്റ് ഏതെങ്കിലും ആളുകൾ ഈ മണ്ണിനടിയിൽ ഉണ്ടോ, മറ്റു കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്, കൂടുതൽ വാഹനങ്ങളുണ്ടോ എന്ന കാര്യം അറിയാനുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നു. ബൈജു ഒന്ന് തുടരുക. ആഷിഖ്, ന്യൂസ് 18 പ്രതിനിധി ആഷിഖ് ചേരുന്നു. ആഷിഖ്, എന്താണ് ഈ അപകടത്തിന്റെ സാഹചര്യം? 3 ദിവസം മുമ്പ് കർണാടക ചാനലടക്കം ഈ വാർത്തകൾ എറണാകുളത്ത് H1N1 ബാധിച്ച് 4 വയസ്സുകാരൻ മരിച്ചു. ആലങ്ങാട് ഒളനാട് സ്വദേശി ലിയോൺ ലിബു ആണ് മരിച്ചത്. ഇന്നലെയാണ് പനി ബാധിതനായ ലിയോണിനെ ലൂർദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. H1N1 പോസിറ്റീവായിരുന്നു എന്ന് ആശുപത്രി സ്ഥിരീകരിച്ചു. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എറണാകുളത്ത് H1N1 ബാധയെ തുടർന്ന് 4 വയസ്സുകാരൻ മരിച്ചു. ആലങ്ങാട് ഒളനാട് സ്വദേശി ലിയോൺ ലിബു ആണ് മരിച്ചത്. ഇന്നലെയാണ് H1N1 ബാധയെ തുടർന്ന് ലിയോൺ ലിബുവിനെ സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത്. കഴിഞ്ഞ 4 ദിവസമായി കുട്ടിക്ക് പനി ഉണ്ടായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചു. മലപ്പുറത്തും കഴിഞ്ഞ ദിവസം 47-കാരി H1N1 ബാധയെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയിരുന്നു. സംസ്ഥാനത്താകെ ഇത്തരത്തിൽ H1N1 ബാധിതർ ഏറുന്നതും അതേ തുടർന്നുള്ള മരണമുണ്ടാകുന്നതും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ജില്ലയിൽ മലമ്പനി ബാധയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ 2009 H1N1 ഉൾപ്പെടുത്തുന്നത്. സ്വൈൻ ഫ്ലൂ, H1N1, പന്നിപ്പനി എന്നുള്ള വിവിധ പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ടെങ്കിലും പന്നികളിലേക്ക് വ്യാപകമാകുന്ന ഒരു വൈറസാണ്, അതായത് RNA വിഭാഗത്തിലുള്ള വൈറസാണ് H1N1 രോഗബാധയ്ക്ക് കാരണമാകുന്നത്. മനുഷ്യരിലേക്ക് ഇത് വരുമ്പോൾ കൂടുതൽ ശ്വാസകോശത്തിലേക്കാണ് ഈ രോഗത്തിന്റെ അവസ്ഥകൾ അല്ലെങ്കിൽ കൂടുതൽ ബാധയുണ്ടാകുന്നത്. മാത്രമല്ല വായുവിൽ കൂടിയാണ് രോഗം പടരുന്നതും. എന്തായാലും ഈ പകർച്ചവ്യാധിയുടെ കാലഘട്ടത്തിൽ, മഴക്കാലത്തെ തുടർന്നുണ്ടായ പകർച്ചവ്യാധിയുടെ കാലഘട്ടത്തിൽ H1N1 കൂടി പടർന്ന് വ്യാപകമാകുന്നത് സംസ്ഥാനത്തിനാകെ ആശങ്കയുണ്ടാക്കുകയാണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് പ്രവർത്തനം നിലച്ചതിനെ തുടർന്നുള്ള പ്രതിസന്ധി തുടരുകയാണ്. ബാങ്കിംഗ്, ഓഹരി, വിമാന സർവീസ് ഉൾപ്പെടെ നിരവധി മേഖലകളെ ഇത് ബാധിച്ചു. തിരുവനന്തപുരത്ത് നിന്നുള്ള ഇൻഡിഗോ വിമാന സർവീസുകളും റദ്ദാക്കി. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, ഇത് മാനുവലായിട്ട് ചെക്കിൻ അടക്കം നടത്തിക്കൊണ്ട് എയർ ഫ്ലൈറ്റുകൾ റദ്ദാക്കുന്ന രീതിയിലേക്ക് കടക്കില്ല എന്നുള്ള സൂചനകളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് കഴിഞ്ഞില്ല. ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ കടക്കുന്നു. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അപർണ, ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. മൈക്രോസോഫ്റ്റ് വിൻഡോസ് പ്രവർത്തനം നിലച്ചതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. ആഗോളതലത്തിൽ ഈ പ്രതിസന്ധി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ബാങ്കിംഗ്, ഓഹരി, ബ്രോഡ്കാസ്റ്റ്, വിമാനം, വൈമാനിക മേഖലകളെയൊക്കെയാണ് ഇത് കൂടുതലായി ബാധിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് 4 ഇൻഡിഗോ ഫ്ലൈറ്റുകൾ, ഹൈദരാബാദ്, ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള 4 ഇൻഡിഗോ ഫ്ലൈറ്റുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. ആഗോളതലത്തിൽ 192 ഇൻഡിഗോയുടെ 192 ഫ്ലൈറ്റുകൾ റദ്ദാക്കിയതായി ഇൻഡിഗോ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ പ്രവർത്തനം നിലച്ചതായി കാണപ്പെട്ടത്. ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു സൈബർ സുരക്ഷയുടെ ബന്ധപ്പെട്ട് ഫാൽക്കൺ സെൻസറെ ഘടിപ്പിച്ചതോടുകൂടിയാണ് ഈ മൈക്രോസോഫ്റ്റിന് ഈ ഒരു പ്രശ്നം ഉണ്ടായതായി കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്ന് ബ്ലൂ ഡെത്ത് എറർ സംഭവിക്കുകയായിരുന്നു മൈക്രോസോഫ്റ്റ് വിൻഡോസ് പ്രവർത്തിപ്പിക്കുന്ന കമ്പ്യൂട്ടറുകൾ. ഇത് ആദ്യഘട്ടത്തിൽ കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ആവും, തനിയെ ഓൺ ആവും, കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ആവും, തനിയെ ഓൺ ആവും, ഈ രീതിയിലായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. അതിനു തുടർന്ന് ആദ്യഘട്ടത്തിൽ തന്നെ വിമാന സർവീസുകളെയാണ് ബാധിച്ചത്. വിമാനങ്ങൾക്ക് പെട്ടെന്ന് ചെക്ക് ഇൻ ചെയ്യാനോ അതുപോലെ ബോഡി പാസ് നൽകാനോ സാധിച്ചില്ല. അതിനെ തുടർന്ന് പലയിടങ്ങളിലും ഇപ്പോൾ മാനുവലായിട്ടാണ് ചെക്ക് ഇൻ നടപടികൾ പുരോഗമിക്കുന്നത്. 192 സർവീസുകളാണ് ഇൻഡിഗോയ്ക്ക് റദ്ദാക്കേണ്ടി വന്നത്. ബാങ്കിംഗ് മേഖല, സൂപ്പർ മാർക്കറ്റുകൾ ഇവയെല്ലാം തന്നെ ബാധിച്ചിട്ടുണ്ട്. ആദ്യം ഓസ്ട്രേലിയ, അതിനുശേഷം ന്യൂസിലാൻഡ്, പിന്നീട് അമേരിക്ക. ഇങ്ങനെയാണ് ഈ പ്രതിസന്ധി ഉണ്ടായത്. ഇപ്പോഴും ഈ പ്രതിസന്ധി തുടരുന്നുണ്ട്. ഇതിന്റെ എറർ കണ്ടെത്തി എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും അതും പൂർണ്ണമായി പരിഹരിക്കാൻ ഇപ്പോഴും മൈക്രോസോഫ്റ്റിന് സാധിച്ചിട്ടില്ല. അപർണ. സുവി വിശ്വനാഥൻ വിവരങ്ങൾ നൽകി. 3 സർവകലാശാലകളിലെ VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം കൂടി ഹൈക്കോടതി തടഞ്ഞു. കേരള, MG, മലയാളം സർവകലാശാലകളിലെ സെർച്ച് കമ്മിറ്റി നടപടികൾക്കാണ് സ്റ്റേ. ചാൻസലറുടെ ഉത്തരവിന് 1 മാസത്തേക്കാണ് ഹൈക്കോടതിയുടെ വിലക്ക്. സർവകലാശാലകളിലെ VC നിയമനത്തെ തുടർന്ന് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഗവർണറുടെ നീക്കത്തെ, പ്രത്യേകിച്ച് 3 സർവകലാശാലകളിലേക്കുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട ഗവർണറുടെ നീക്കത്തെ ഹൈക്കോടതി തടഞ്ഞു.
കേരള സർവകലാശാല, MG സർവകലാശാല, മലയാളം സർവകലാശാല എന്നിവിടങ്ങളിലെ സെർച്ച് കമ്മിറ്റി രൂപീകരണമാണ് തൽക്കാലത്തേക്ക് ഹൈക്കോടതി തടഞ്ഞത്. 1 മാസത്തേക്കാണ് ഹൈക്കോടതി ഈ കാര്യത്തിൽ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സർക്കാരുമായി ആലോചിക്കാതെ അല്ലെങ്കിൽ സർക്കാർ പ്രതിനിധിയെ ഉൾപ്പെടുത്താതെ ഗവർണറുടെ പ്രതിനിധികളും അതുപോലെ തന്നെ UGC പ്രതിനിധികളും മാത്രമാണ് സെർച്ച് കമ്മിറ്റിയിലുള്ളതെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നീക്കമുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫിഷറീസ് സർവകലാശാലയിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിധിയുണ്ടായിരുന്നു. സെർച്ച് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഫിഷറീസ് സർവകലാശാലയിലെ സെർച്ച് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഗവർണറുടെ നീക്കത്തെയും തൽക്കാലത്തേക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗവർണർ 4 സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിനാണ് ഇപ്പോൾ ഹൈക്കോടതി വിലക്കിയിട്ടുള്ളത്. 1 മാസത്തേക്കാണ് വിലക്കുള്ളത്. പക്ഷേ ഈ വിലക്ക് നീങ്ങുന്നതുവരെ ഇക്കാര്യത്തിൽ താൻ ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ താൻ മറ്റ് ഔദ്യോഗികമായ കാര്യങ്ങളൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്നും ചാൻസലറായ ഗവർണർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. BJP സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് K. സുഭാഷിനെ മാറ്റി. RSS ഉത്തര കേരള സഹസമ്പർക്ക പ്രമുഖായി സുഭാഷിനെ നിയോഗിച്ചു. BJPയിലേക്ക് പുതിയ സംഘടനാ സെക്രട്ടറിയെ നൽകിയിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, കഴിഞ്ഞയിടെ തന്നെ ചില വിഷയങ്ങളിൽ BJP സംസ്ഥാന നേതൃത്വവുമായിട്ടുള്ള അഭിപ്രായ ഭിന്നത കാരണം K. സുഭാഷ് നേതൃയോഗങ്ങളിൽ വിട്ടുനിന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും സൂചനകളും ഒക്കെ വന്നതാണ്. ഇതിന്റെ തുടർച്ചയായി കൂടിയാണോ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്? കൃത്യമായി RSS ഒരു അതൃപ്തി വ്യക്തമാക്കുന്നു ഇതിനകത്ത്, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അപർണ, കേരളത്തിലെ തർക്കങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ദേശീയ തലത്തിൽ തന്നെ BJPയും അതോടൊപ്പം തന്നെ RSSും അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായിട്ടും JP നദ്ദയുടെ പരാമർശം, തിരഞ്ഞെടുപ്പിന് മുൻപ് JP നദ്ദ നടത്തിയ ഒരു പരാമർശം RSSന്റെ പിന്തുണ ഇല്ലെങ്കിലും തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുന്ന സംഘടനാ സംവിധാനത്തിലേക്ക് BJP മാറി എന്ന അദ്ദേഹത്തിന്റെ പരാമർശം, മോഹൻ ഭാഗവത് തന്നെ അതിനെതിരെ പിന്നീട് രംഗത്ത് വരികയും അദ്ദേഹം ഈ ധാർഷ്ട്യം ശരിയല്ല, നേതാക്കളുടെ ധാർഷ്ട്യം ശരിയല്ല എന്ന ഒരു പരോക്ഷ വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്തു. മാത്രമല്ല 400 സീറ്റ് എന്ന് BJP പറയുമ്പോൾ, നരേന്ദ്രമോദി ആവർത്തിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു സംഖ്യയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഇന്ത്യ മുന്നണി ശക്തി പ്രാപിക്കുകയും ചെയ്തു. അവിടെയെല്ലാം തന്നെ RSS വിട്ടുനിന്നു എന്നത് വലിയ ഒരു പ്രധാന ഘടകമായി BJPക്ക് തിരിച്ചടി നേരിടുന്നതിൽ ഇതൊരു ഘടകമായി. അതിന്റെ ഒരു തുടർച്ചയായി തന്നെ ഈ K. സുഭാഷിനെ മാറ്റിക്കൊണ്ടുള്ള നടപടിയെയും കാണണം. അദ്ദേഹത്തെ RSS ഉത്തര കേരള സഹസമ്പർക്ക പ്രമുഖായാണ് നിയോഗിച്ചിട്ടുള്ളത്. എല്ലാ കാലവും BJPയിൽ ഒരു സംഘടനാ സെക്രട്ടറി എന്ന നിലയ്ക്ക് RSSൽ നിന്നുള്ള ഒരു പ്രതിനിധി ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ സുഭാഷിനെ മാറ്റുമ്പോൾ സുഭാഷിന് പകരം മറ്റൊരാളെ വെച്ചിട്ടുമില്ല എന്നത് ശ്രദ്ധേയമാണ്. ഈ ഒരു അകൽച്ചയുടെ സാഹചര്യം കൂടി നമ്മൾ വിലയിരുത്തുമ്പോൾ. അപർണ. ഓക്കെ, വിനോദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് ശേഷമുള്ള ആദ്യ NDA യോഗം തൃശൂരിൽ ചേർന്നു. കേരളത്തിലെ NDAയുടെ മുന്നേറ്റം യോഗം വിലയിരുത്തിയെന്ന് K. സുരേന്ദ്രൻ. വരുന്ന തെരഞ്ഞെടുപ്പുകൾക്കായുള്ള മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്തു. ഉപതെരഞ്ഞെടുപ്പുകൾക്കായി പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. കേരളത്തിൽ SNDP പോലുള്ള സാമുദായിക സംഘടനകളെയും ക്രൈസ്തവ സംഘടനകളെയും LDF ഭീഷണിപ്പെടുത്തുന്നുവെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന നേതൃയോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ശരിയായി വിലയിരുത്തി വിശദമായിട്ടുള്ള ചർച്ചകൾ നടന്നു. ഒരു വിശ്വാസയോഗ്യമായ 3ാം ബദൽ സംസ്ഥാനത്ത് ഉയർന്നു വന്നിരിക്കുകയാണെന്നും LDFും UDFും മാത്രമല്ല കേരളത്തിൽ ജനവിശ്വാസം നേടി NDA മുന്നോട്ട് വന്നിരിക്കുന്നുവെന്നുമാണ് ഞങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത്. ഈ മുന്നേറ്റം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുമെല്ലാം വലിയ മാറ്റത്തിനുള്ള ചവിട്ടുപടിയായി മാറുമെന്നും യോഗം വിലയിരുത്തി. NDAയുടെ ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കാനുള്ള നിരവധി കാര്യപദ്ധതികൾ ആസൂത്രണം ചെയ്തു. NDA വിപുലീകരിക്കാൻ തീരുമാനിച്ചു. സംസ്ഥാനത്ത് ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പ്രചാരണങ്ങൾ യോഗം ആസൂത്രണം ചെയ്തു. LDFും UDFും വിചാരിച്ചാൽ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല. സാമുദായിക സംഘടനകളെ ഒറ്റപ്പെടുത്തി ഭീഷണിപ്പെടുത്താനുള്ള നീക്കത്തെ യോജിച്ചു നേരിടും. അത് SNDP ആയാലും മറ്റ് ഹിന്ദു സമുദായങ്ങളിലെ ദുർബല ജനവിഭാഗങ്ങളായാലും ചില ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ നടക്കുന്ന ആക്രമണത്തെ നേരിടാൻ NDA തീരുമാനിച്ചു. ഇത് മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള നീക്കമാണ്. അത് ഒരു തരത്തിലും അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ഡാനി പോളിന്റെ റിപ്പോർട്ട് കാണാം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ
എന്ത് നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം, എന്താണ് അതിന്റെ ഒരു സ്ട്രാറ്റജി എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യുക, വിശാലമായി ചർച്ച ചെയ്യുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് ഇന്ന് ഈ NDA യോഗത്തിന് മുന്നിലുള്ളത്. ഒപ്പം തന്നെയും തൃശൂരിൽ നേടിയ ആധികാരികമായ വിജയം, അത് ആവേശത്തിനൊപ്പം തന്നെ അത് ആത്മവിശ്വാസത്തിലേക്ക് എത്തിക്കുക, അത് അത്തരമൊരു ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുക എന്നത് തന്നെയാണ് BJPയും NDAയും എല്ലാം തന്നെ യോഗത്തിലൂടെ തന്നെ ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ആദ്യ നേതൃയോഗമെന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. തൃശൂരിലെ വിജയം അത് NDAയുടെ ആശയങ്ങൾക്ക് കുറെ കൂടി ബലം നൽകുന്നതാണ്. അതിന് കുറച്ചുകൂടി പ്രചാരത്തിന് സ്വീകാര്യത ലഭിച്ചു എന്നൊരു വിലയിരുത്തലാണ് പൊതുവെ ഉണ്ടായത്. ഇത്തരം കാര്യങ്ങൾ തൃശൂരിൽ വിജയം നേടിയതുകൊണ്ട് തന്നെയാണ് ഈ യോഗത്തിന്റെ ഒരു തട്ടകം എന്നത് തൃശൂർ തന്നെ ആകുന്നതും കൂടുതൽ ചർച്ചകൾ അവിടെ വെച്ചാകുന്നതും മുന്നോട്ടുള്ള രീതികൾ, അതിലെ കൂട്ടിച്ചേർക്കലുകൾ വേണമോ, NDAയിലേക്ക് പുതിയ ആളുകളെ സ്വീകരിക്കുക, സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് NDAയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശാല ചർച്ച എന്നത് തന്നെയാണ് ഇന്നത്തെ യോഗം കൊണ്ട് ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുപ്പിൽ BJPക്ക് NDAയ്ക്ക് തൃശൂരിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാനത്ത് പല മണ്ഡലങ്ങളിലും ഗണ്യമായ രീതിയിലേക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞതായാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തലായി കരുതുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടുതൽ ചർച്ചകളുണ്ടാകും. പ്രധാനമായും തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ BJPക്കും NDAയ്ക്കും എല്ലാം പലയിടങ്ങളിലും നിർണായകമായ സാന്നിധ്യമാകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് കുറെ കൂടി സാധ്യതകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഭരണത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഉള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് പോകുന്നതിന് എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വിശാലമായും ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്, NDAയ്ക്ക് അതിനിർണായകമാണ്. കാരണം കൂട്ടുകെട്ടലുകളുടെ ഒരു സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ തെളിയിച്ചു കൊടുക്കുന്നതിന് ഭരണത്തിലേക്ക് ഏതെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തന്നെ ഭരണത്തിലേക്ക് അടക്കം എത്തുന്നതിന് സാധിക്കണമെന്ന ഒരു അജണ്ടയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ചർച്ചകൾ ഇന്ന് തന്നെ ഉണ്ടാകും. അതിന്റെ ഒരു സ്ട്രാറ്റജി അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഒപ്പം അതിനുശേഷം സംസ്ഥാന തെരഞ്ഞെടുപ്പും പിന്നീട് എല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം തന്നെയും ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുന്നതിന് ഈ സഖ്യം ഏതൊക്കെ രീതിയിലേക്ക് പ്രയോജനപ്പെടുത്തുക, ഏതൊക്കെ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശാലമായിട്ട് തന്നെ യോഗം ചർച്ച ചെയ്യും. ഒപ്പം ഈ സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾ അത് തുറന്നു കാണിക്കുന്നതിന് സമരമുഖങ്ങൾ തുറക്കുക എന്നതുകൂടി NDAയുടെ ഈ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ഇന്ന് ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. കൊച്ചിയിൽ പരസ്യ ലഹരി വിൽപ്പനയെന്ന് തുറന്നു പറഞ്ഞ മോഡൽ അൽക്ക ബോണി. കൊച്ചിയിലെ മറൈൻ ഡ്രൈവും കലൂർ സ്റ്റേഡിയവും ലഹരി ഇടപാടിന്റെ പ്രധാന കേന്ദ്രങ്ങളെന്ന് അൽക്ക വെളിപ്പെടുത്തി. താൻ 3 വർഷമായി ലഹരി ഉപയോഗിച്ചിരുന്നു. ലഹരി കേസിൽ പിടിക്കപ്പെട്ടതോടെ ലഹരി ഉപയോഗം നിർത്തിയെന്നും അൽക്ക ബോണി പറഞ്ഞു. മോഡലിംഗിന്റെ മറവിലൊക്കെ ഈ ലഹരി ഇടപാടുകൾ ഉണ്ടെന്നൊക്കെയാ പറയുന്നത്, അങ്ങനെയുള്ളതാണോ? എത്ര വർഷമായിട്ട് അൽക്ക ബോണി ചില മോഡൽസ് ഇങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ടാവും, ബട്ട് ആരും സെയിൽ ചെയ്യാനുള്ള ധൈര്യം കാണിക്കില്ല. ബിക്കോസ് ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്കിക്കോ, ഈ ഒരു കേസ് കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടിൽ നിന്ന് ഇതുവരെ ഒരു ഓഫർ പോലും മോഡലിംഗ് വന്നിട്ടില്ല. എത്ര നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഡ്രഗ്? ഞാൻ കഴിഞ്ഞ ഒരു 3 years ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ മോഡലിംഗിന് ഇറങ്ങിയിട്ട് 6 വർഷമായി, 3 വർഷമായിട്ട് ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെ? സാധാരണ MDMA. അത് അതിന്റെ ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരിക മാനസിക ബുദ്ധിമുട്ടുണ്ടോ? ഓഫ് കോഴ്സ്. ഉപയോഗിച്ചു കഴിഞ്ഞപ്പോ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടൈമിൽ ഭയങ്കര ആക്റ്റീവ് അതൊക്കെ ആയിരിക്കും. ബട്ട് അത് കഴിഞ്ഞ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സമയത്ത് എന്തുണ്ടായിരുന്നു ഓരോ ഓർമ്മ ഉണ്ടാവില്ല. മിസ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പൊ എന്താ പറയാ, നമുക്ക് നോ പറയാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ബോഡിയാണ്, അവർ നമ്മളെ ടച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് തീരുമാനിക്കേണ്ടത്. അല്ല ആരും വന്ന് പിടിച്ചു പറിക്കും അങ്ങനത്തെ സ്കീമൊന്നും മോഡലിംഗിലില്ല. അഫ്കോഴ്സ് ഇപ്പൊ അങ്ങനെ ആരെങ്കിലും വന്ന് അവരോട് പെമ്പിളയോട് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതിന് ഓപ്ഷൻ ഉണ്ട് നോ പറയാനായിട്ടുള്ള. ഫ്ളാറ്റിൽ തന്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോഴാണ് പോലീസിന്റെ പരിശോധന നടന്നത്. കൊക്കൈൻ എത്തിച്ചത് സുഹൃത്തായ യുവാവെന്നും ലഹരി കൊണ്ടുവന്ന യുവാവിനെ കുറിച്ച് വിവരം നൽകിയെങ്കിലും പോലീസ് നടപടിയെടുത്തില്ല എന്നും അൽക്ക ബോണി ന്യൂസ് 8നോട് പറഞ്ഞു. മെയ് 17-ന് അൽക്ക ബോണി ഉൾപ്പെടെ 6 പേരെയാണ് എളമക്കര പോലീസ് പിടികൂടിയത്. എന്താണ് അന്നത്തെ കൊച്ചി നഗരത്തിലെ ആ ലഹരി കേസിൽ സംഭവിച്ചത്? അൽക്ക ബോണി തന്നെ ഇപ്പോൾ ന്യൂസ് 8നൊപ്പം ചേരുന്നുണ്ട്. അൽക്ക ബോണിക്ക് ഈ ലഹരി ഇടപാടുണ്ടോ? ഇല്ല. അന്ന് നിങ്ങളുടെ ഫ്ളാറ്റിൽ നിന്നും ലഹരി പിടിച്ചിരുന്നു? യൂസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ പാർട്ടി വൈബ് അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്.
അതിന്റെ നെക്സ്റ്റ് ഡേ എന്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. അപ്പൊ ബർത്ത്ഡേക്ക് വേണ്ടി മെയ് 18 ബർത്ത്ഡേ, മെയ് 18 ബർത്ത്ഡേ. അപ്പൊ നെക്സ്റ്റ് ഡേ ബർത്ത്ഡേ. അപ്പൊ എനിക്ക് തോന്നുന്നു അതിനകത്ത് ആരെങ്കിലും ചിലപ്പോൾ സർപ്രൈസ് വരാൻ വേണ്ടിയോ എന്തെങ്കിലും വെച്ചതായിരിക്കും. റൂമിനകത്തുള്ള കാര്യം എനിക്കൊന്നും അറിയില്ലായിരുന്നു. ബിക്കോസ് ഞങ്ങൾ ആ സമയത്ത് വേറൊരു സ്ഥലത്തോട്ട് പോകാനായിട്ടുള്ള പ്ലാനിങ്ങിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. ബിക്കോസ് മെയ് 18 ബർത്ത്ഡേ ആണല്ലോ. അപ്പൊ ഓഫനേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ ഒരു പ്ലാനിങ് നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. കൊക്കൈനാണ് പിടിച്ചെടുത്തത്. അതെ. അത് ആരുടെ ബാഗിൽ നിന്ന് പിടിച്ചത്? എന്റെ ഒരു ഫ്രണ്ടിന്റെ ബാഗിൽ നിന്ന് പിടിച്ചത്. അത് എന്തിനാ അവിടെ കൊക്കൈൻ എത്തിച്ചത്? നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണോ? ആക്ച്വലി അതിനകത്ത് ആകെ ഒരു ചെറിയ ക്വാണ്ടിറ്റി എങ്ങാണ്ട് അവർ പിടിച്ചിട്ടുള്ളൂ. അപ്പൊ എന്തായാലും യൂസ് ചെയ്യാൻ വെച്ചതായിരിക്കുള്ളൂ. ആർക്ക്? ഈ സുഹൃത്തിനോട് പറഞ്ഞിട്ടില്ല ഈ സാധനം എന്റെ കയ്യിലുള്ള അവന്റെ കയ്യിലുള്ള കാര്യം. അവൻ എനിക്ക് തോന്നുന്നത് മേ ബി റൈറ്റ് 12 മണിക്ക് വേണ്ടി വെച്ചതായിരിക്കും. നിങ്ങൾ വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതല്ല? ഒരിക്കലും അല്ല. അല്ല, ഇത് പോലീസ് നിങ്ങൾക്ക് 6 പേർക്കെതിരെ കേസ് ചുമത്തി റിമാൻഡിലായി. പിന്നീട് 20 ദിവസത്തിന് ശേഷമാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. അതെ. ഇത് കോടതിയിൽ ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നോ? അങ്ങനെയാണ് ജാമ്യം കിട്ടിയത്. അതെ. പക്ഷേ പോലീസ് പറഞ്ഞത് അൽക്കാബോണിയാണ് ഈ ലഹരി ഇടപാടിലെ പ്രധാനി എന്ന് പറഞ്ഞു. എന്റെ അറിവിലേക്കൊന്നും അറിയില്ല. ഇതൊക്കെ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ലഹരി വിൽപ്പനയുണ്ടോ? ഇല്ല. ലഹരി ഉപയോഗിക്കാറുണ്ടോ? വല്ലപ്പോഴും ഇടയ്ക്ക് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോഴും നിർത്തി. എന്നും ഈ കേസിന് ശേഷം? അല്ല, കേസിന് മുന്നേ കുറച്ചാൾ നിർത്തിയായിരുന്നു. ഒരു 1 വീക്ക് 2 വീക്ക് ഒക്കെ. ബട്ട് അപ്പോഴേക്കും ഇവരിനകത്തിട്ടു. പിന്നെ ഇപ്പൊ അങ്ങനെ പറയാലോ. കൂടെ പിടിച്ച എല്ലാവരുടെയും കാര്യം ഞാൻ പറയുവാണെങ്കിൽ എല്ലാവരും ഞങ്ങൾ 6 പേരും യൂസ് ചെയ്യും. ബട്ട് ഇതുവരെ സെയിലിന്റെ കാര്യം ചെയ്തിട്ടില്ല. കൊച്ചിയിലെ മോഡലിംഗ് കമ്പനികളുടെ മറവിൽ നിയമവിരുദ്ധ ഇടപാടുകൾ നടക്കുന്നുണ്ട്. നിരവധി പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യാൻ മോഡലിംഗ് കമ്പനികൾ ശ്രമിക്കുന്നുണ്ട്. കൊച്ചിയിലെ മോഡലുകളിൽ പലരും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും ബംഗളൂരുവിലും മുംബൈയിലും ഉള്ളതിനേക്കാൾ കൊച്ചിയിലാണ് ലഹരി ഇടപാട് നടക്കുന്നതെന്നും അൽക്കാബോണി പറഞ്ഞു. കൊച്ചിയിൽ മോഡലിംഗ് മോശം ഞാൻ പറയില്ല. പക്ഷെ കൊച്ചിയിൽ ഡ്രഗ്സ് കിട്ടാൻ ഭയങ്കര ഈസിയാണ്. ബാംഗ്ലൂരേക്കാളും? അതെ. അതെന്താ കാര്യം? സത്യം ഞാൻ പറയുക. ബിക്കോസ് കൊച്ചിയിൽ എല്ലാവരും ഇപ്പൊ ഞാൻ പറയാം, മെറാൻ ട്രാവലിൽ പോയിക്കോ, ചുമ്മാ പോയിട്ട് ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ ഉണ്ടാവും. കൊച്ചിയിൽ വ്യാപകമാണ് ലഹരി. അതെ. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഡ്രഗ് കിട്ടുന്നത്? ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെ വാങ്ങിക്കുന്നത്. നിങ്ങൾ അങ്ങനെയൊക്കെ ലൈക്ക് നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല യൂസ് ചെയ്തതാണെന്നൊക്കെ. നൈസർ പോയി ചോദിക്കണം എന്താ. അങ്ങനെ സ്ഥിരം തരുന്ന ഒരു റാക്കറ്റ് ഉണ്ടോ? സ്ഥിരമായിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് എടുക്കില്ല. നിങ്ങൾ വാങ്ങില്ല? അതുകൊണ്ടോ? പോലീസ് ലോട്ട്സ് ഓഫ് പീപ്പിൾ. നമുക്കിങ്ങനെ ഡെയിലി വേണമെന്നില്ലല്ലോ. വല്ലപ്പോഴും നോക്കുക. ശരി, നോക്കട്ടെ. എവിടെയൊക്കെയാ കൊച്ചിയിൽ എവിടെയൊക്കെയാ ഈ ഡ്രഗിന്റെ ഇടപാടുകളുള്ളത്? മറൈൻ ഡ്രൈവിലുണ്ട്. പിന്നെ എവിടെയൊക്കെയാ ഉള്ളത്? അങ്ങനത്തെ പബ്ലിക് പ്ലേസസിൽ മിക്കയിടത്തുണ്ട്. പരസ്യമായിട്ട് വിൽക്കുന്നുണ്ട്. അതെ. അല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്ന ന്യൂസ് പറഞ്ഞതൊക്കെ കേട്ടുപോയി ചിരി വരുന്നത് അങ്ങനൊന്നും അല്ല. ലോഡ്ജിലോ അവിടെയൊന്നും അല്ല. ഒരിക്കലും അല്ല. യെസ്. പരസ്യമായി പൊതുവിപണിയിൽ കിട്ടാറുണ്ട്. ബോയ്സ് പോക്കറ്റ് നിറയെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നടക്കും. ഒരുപാട് സ്റ്റേഡിയം പോലത്തെ ചോദിച്ചു കൊടുക്കുമോ? 0.5 വേണം. കൊച്ചി നെഹ്റു സ്റ്റേഡിയം? യെസ്, കലൂർ സ്റ്റേഡിയം. എന്ത് MDMA വേണോന്ന്? അവിടെ പോലീസും പരിശോധന ഒന്നുമില്ല. പോലീസും പരിശോധന ഇല്ലെന്നല്ല. ദേ ആർ വെരി വിജിലന്റ്. ദേ ആർ വെരി കണ്ണിങ്. ദ ബോയ്സ് അവരിങ്ങനെ നോക്കും. പോലീസ് എല്ലാ സമയം നോക്കി നൈസായിട്ട് വേടോ പോകും. പ്രധാനമായിട്ട് ഈ സിന്തറ്റിക് ഡ്രഗ് ആണ് കൂടുതലും മെയിൻലി പോകുന്നത്. നിങ്ങളുടെ ഈ സുഹൃത്തുണ്ടല്ലോ, അന്ന് പിടിയിലായി അൽക്കാബോണിനെ പിടിച്ച ഫ്ളാറ്റിൽ കൊണ്ടുവച്ച ഡ്രഗ് കൊക്കൈൻ കൊണ്ടുവച്ച സുഹൃത്ത്, പുള്ളിക്ക് ഈ വിൽപ്പന ഉണ്ടോ അറിയാവോ? ഇല്ല. പുള്ളി ഉപയോഗിക്കാൻ കൊണ്ടുവന്നാണ്. എവിടെ നിന്നായിരിക്കും കിട്ടിയത്? എനിക്കറിയില്ല. ഈ അൽക്കാബോണിക്ക് നിങ്ങളുടെ പെൺ സുഹൃത്തുക്കളുണ്ടോ? അതോ ഉണ്ട്. അവരുപയോഗിക്കും? ഉപയോഗിക്കുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. രണ്ടുണ്ട്. ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന ഈ വാർത്ത അതീവ പ്രാധാന്യത്തോടെ എക്സൈസ് വകുപ്പ് പരിഗണിക്കുന്നതായി എക്സൈസ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. എക്സൈസ് കമ്മീഷണറോട് സംഭവം വിശദമായി അന്വേഷിക്കാൻ ആവശ്യപ്പെടും. കർശന നടപടി ഉണ്ടാകുമെന്നും എം പി രാജേഷ് ന്യൂസ് 18 പറഞ്ഞു. സമൂഹത്തിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കുന്നതിന് ഉദ്യോഗസ്ഥരോ ഭരണ സംവിധാനങ്ങളോ മാത്രം വിചാരിച്ചാൽ പോരെന്നും അതിനായി സാമൂഹിക മുന്നേറ്റം ഉണ്ടാകണമെന്നും മന്ത്രി പ്രതികരിച്ചു. ഇതനുസരിച്ച് അത് അന്വേഷിക്കാൻ എക്സൈസ് കമ്മീഷണറോട് നിർദ്ദേശിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഏത് കാര്യവും ശ്രദ്ധയിൽ വരുമ്പോൾ ശക്തമായിട്ടുള്ള നടപടികൾ എക്സൈസ് സ്വീകരിക്കാറുണ്ട്. മാത്രമല്ല, എക്സൈസ് ഒരു ഡെഡിക്കേറ്റഡ് വാട്സാപ്പ് നമ്പർ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കും ഏതൊരാൾക്കും സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആരാണ് ഇക്കാര്യം പറയുന്നത്, ഇതിലേക്ക് വിവരങ്ങൾ അയക്കുന്നത് എന്ന്
അറിയില്ല. ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അറിയാത്ത തരത്തിൽ തന്നെ, ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത തരത്തിൽ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള സംവിധാനമുണ്ട്. ധാരാളം വിവരങ്ങൾ അതിലൂടെ ലഭിക്കുന്നുണ്ട്. അതിന്റെ മുകളിലെല്ലാം എക്സൈസ് നടപടിയും സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം പരിശോധിക്കാനും അന്വേഷിക്കാനും നടപടി സ്വീകരിക്കാനും. ഇനി കാണാം രാമകഥ സാഗരം. श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय विग्रह नमोस्तुते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിന്നൊരു അരുതാതൊരു പാദാംബുജം നിത്യവും നമസ്തുതേ സകല ജഗത്പദേ നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ സത്യജ്ഞാനാനന്ദമൃതാദ്വയമേകും നിത്യവും നമസ്തുതേ കരുണാജലനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ സാധ്യായ തപോദാനായ ജ്ഞാതി കർമ്മങ്ങളാൽ സാധ്യം നല്ലൊരുവനും കൈവല്യമൊരു നാളും മുക്തിയെ സാധിക്കണമെങ്കിലോ അവൽപാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതല്ല നിന്തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്ദ്വമന്തികെ കാണായി വന്നിതെനിക്ക് ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തിബുദ്ധ്യ ധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം ചേതസീ സദാകാലം ഭക്തവത്സലാ പോറ്റി സംസാരമയ പരിതപ്ത മാനസന്മാരാം പുംസാം തൊൽഭക്തിയൊഴിഞ്ഞില്ല ഭേഷജാമതും മരണമോർത്തു മമ മനസ്സി പരിതാപം കരുണാമൃതനിധേ പെരുകെ വളരുന്നു മരണകാലേ തവ തരുണാരുണസമ ചരണസരസിജ സ്മരണയുണ്ടാവാനായി തരിക വരം നാദ കരുണാകര പോറ്റി ശരണം ദേവ രമാരമണധരാപദേ പരമാനന്ദമൂർത്തി ഭഗവാൻ ജയ ജയ പരമ പരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ പരചിന്മയ പരാപരാ പത്മാക്ഷ ജയ വരദാ നാരായണ വൈകുണ്ഠ ജയ ജയ ധർമ്മപത്നികളെയും പിടിച്ചുകൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞിത് മുടിഞ്ഞു മര്യാദയും മത്തിനാൽ ഒഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നത് മുന്നേ കൽപ്പിതം ജഗൽപദേ നിന്തിരുവഴി തന്നെ മത്തിനായി പിറന്നിനി പങ്ക്തി കണ്ടതൻ തന്നെ കൊല്ലണം ദയാനിതേ സന്തതം നമസ്കാരം അതിനു മധുരിപോ ചെന്തളിരടിയണ ചിന്തിക്കായി വരേണമേ പത്മസംഭവനിധമുണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്വാ
ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി ദത്തമായിതുവനം സുപ്രസന്നേനമയ തത്വാച സത്യം കർത്തുമുദ്യോഗമദ്വൈവമേ. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. റിലയൻസ് ജിയോ ഇൻഫോകോമിന്റെ അറ്റാദായം 12% വർദ്ധിച്ച് 5445 കോടി രൂപയായി. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദ കണക്കാണിത്. വരുമാനം 10% വർദ്ധിച്ച് 26,478 കോടി രൂപയായി. 2024 ജൂണിൽ അവസാനിച്ച പാദത്തിൽ അറ്റാദായത്തിൽ റിലയൻസ് ജിയോ ഇൻഫോകോം 2.02% ത്രൈമാസിക വർധനവ് രേഖപ്പെടുത്തി. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ടെലികോം പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം 26,478 കോടി രൂപയായി. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,785 രൂപ, പവന് 54,280 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5,660, പവന് 45,280 രൂപയും. വെള്ളിഗ്രാമിന് 97 രൂപ, കിലോഗ്രാമിന് 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് 6 പൂർണ്ണമാകുന്ന ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റുമായി മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.